സംസ്ഥാനത്ത് മെയ് 26 കാലവർഷം എത്തുമെന്ന പ്രവചനത്തിന് പിന്നാലെ അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 31 അംഗ സംഘം എറണാകുളം ജില്ലയിലെത്തി. കാക്കനാട് കളക്ടറേറ്റിലെത്തിയ ഇൻസ്പെക്ടർ അരുൺ കുമാർ ചൌഹാന്റെ നേതൃത്വത്തിലുള്ള സേനാംഗങ്ങൾ ജില്ലാ കളക്ടർ ജി പ്രിയങ്കയുമായി കൂടിക്കാഴ്ച നടത്തി. ജില്ലയിലെ ദുരന്ത സാധ്യത മേഖലകളെക്കുറിച്ച് ചർച്ച ചെയ്തു. സംസ്ഥാനത്ത് മെയ് 26 കാലവർഷമെത്തുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനത്തിന് പിന്നാലെ അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ ദേശീയ ദുരന്ത നിവാരണ സേന എറണാകുളം ജില്ലയിലെത്തി. ചെന്നൈ അറക്കോണം ആസ്ഥാനമായുള്ള NDRFന്റെ 4 ബറ്റാലിയനിലെ 33 അംഗ സംഘമാണ് ജില്ലയിലെത്തിയത്. ഇൻസ്പെക്ടർ എക്സിക്യൂട്ടീവ് അരുൺ കുമാർ ചൌഹാന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ 3 പേർ വനിതകളാണ്. കാക്കനാട് കളക്ടറേറ്റിലെത്തിയ സേനാംഗങ്ങൾ ജില്ലാ കളക്ടർ ജി പ്രിയങ്കയുമായി കൂടിക്കാഴ്ച നടത്തി. ജില്ലയിലെ പ്രകൃതി ദുരന്ത സാധ്യതകളെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്തു. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി മുൻകൂട്ടി മാപ്പ് ചെയ്തിട്ടുള്ള വെള്ളപ്പൊക്ക, ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങൾ NDRF സംഘം നേരിട്ട് സന്ദർശിച്ച് അവിടുത്തെ ഭൂമിശാസ്ത്രപരമായ സ്ഥിതിഗതികൾ കൃത്യമായി മനസ്സിലാക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. ശേഷം ജില്ലയിലെ വിവിധ ജനവിഭാഗങ്ങൾക്കായി ബോധവൽക്കരണ പരിപാടികളും അടിയന്തര രക്ഷാപ്രവർത്തനത്തിനുള്ള പ്രത്യേക പരിശീലനങ്ങളും സംഘടിപ്പിക്കും. കാക്കനാട് യൂത്ത് ഹോസ്റ്റൽ, സൈനിക റെസ്റ്റ് ഹൌസ് എന്നിവിടങ്ങളിലാണ് സേനാംഗങ്ങൾക്ക് താമസ സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. പ്രകൃതി ദുരന്തങ്ങളോ മനുഷ്യനിർമ്മിത ദുരന്തങ്ങളോ ഉണ്ടാകുമ്പോൾ രക്ഷാപ്രവർത്തനം നടത്താനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും വേണ്ടി 2006 രൂപീകരിച്ച പ്രത്യേക സേനയാണ് NDRF. കഴിഞ്ഞ 10 വർഷത്തിലേറെയായി കേരളത്തിൽ കാലവർഷം പോലുള്ള സമയങ്ങളിൽ മുൻകരുതലുമായി ഇവരുടെ സംഘങ്ങളെ വിവിധ ജില്ലകളിൽ വിന്യസിക്കാറുണ്ട്. ന്യൂസ് ബ്യൂറോ, എറണാകുളം. സ്നേഹം പൊന്നണിയട്ടെ. സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല.